എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ലഡു, ബൂന്തി ലഡു എന്ന് പറയും. നമ്മുടെ ബേക്കറിയിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്കിത് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ ലഡു. ലഡു റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലമാവിൽ കൂടുതലായിട്ട് കട്ടകൾ ഉണ്ടെങ്കിൽ 1-2 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതിയാകും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 2 ഏലക്ക കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്ക പൗഡർ വേണമെങ്കിൽ ഏലക്ക പൗഡർ ആഡ് ചെയ്യാം. ഞാനിങ്ങനെ ഹോൾ ഏലക്ക തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഞാൻ കളറിന് പകരം യൂസ് ചെയ്യുന്നതാണ്. ഫുഡ് കളർ ആഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫുഡ് കളർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്യണം. വെള്ളം ഒരുമിച്ച് തന്നെ ഫുൾ ക്വാണ്ടിറ്റി ആഡ് ചെയ്യരുത്. കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ദോശമാവിനേക്കാളും ലൂസ് പാകത്തിൽ ആക്കിയെടുക്കണം. ഞാനിവിടെ ടോട്ടൽ 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൺസിസ്റ്റൻസി റെഡി ആയിട്ടില്ല. ഈ ഒരു പാകം പോരാ, അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലായിരിക്കണം എപ്പോഴും ബാറ്റർ വേണ്ടത്. ഞാനിതിലേക്ക് ഒരു കാര്യം ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ്. ഇത് ഉപ്പൊക്കെ ഇട്ട സമയത്ത് തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു പാനിൽ ഓൾറെഡി ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ബൂന്തി റെഡിയാക്കി എടുക്കാം. ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ നമുക്ക് അതിൻ്റെ ഹോൾസിലൂടെ ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൂന്തി പെട്ടെന്ന് തന്നെ കുക്കായി വരും. ഒരു 3 to 4 സെക്കൻഡ്സിനുള്ളിൽ തന്നെ ബൂന്തി കുക്കായി വരും. ബൂന്തി ഇവിടെ കുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഞാനിവിടെ ഫസ്റ്റ് സെറ്റ് ബൂന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബാറ്റർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ മുഴുവൻ ബാറ്റർ ഉപയോഗിച്ചിട്ട് ബൂന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു 1/4 ഭാഗം ഇതുപോലെ തന്നെ വെച്ചിട്ട് ബാക്കി ഒരു 1/4 ഭാഗം എടുത്തിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കണം. അങ്ങനെ പഞ്ചസാര പാനി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് പാനിയാക്കി എടുക്കാം. പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. മധുരം കൂടുതലായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് യൂസ് ചെയ്യാം. പഞ്ചസാര പാനി ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു നൂൽ പരുവ ആകുമ്പോഴേ നമുക്ക് ഓഫ് ചെയ്തിടാം. അങ്ങനെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുള്ള ബൂന്തി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ 1/4 ഭാഗം ബൂന്തി ഞാൻ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതും ബാക്കി 1/4 ഭാഗം ക്രഷ് ചെയ്യാത്തതുമാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഞാനിവിടെ നെയ്യിൽ ഓൾറെഡി അണ്ടിപ്പരിപ്പും കിസ്മിസും അതുപോലെ തന്നെ 2 ഗ്രാമ്പൂ കൂടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെയിറ്റ് ചെയ്യാം. ഒന്ന് നല്ലപോലെ തണുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് നമുക്കിങ്ങനെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ലഡു റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ നല്ല സോഫ്റ്റ് ലഡുവാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാർഡായിട്ട് വേണമെങ്കിൽ പഞ്ചസാര ലായനിയിൽ കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതിയാകും. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിൻ്റെ മെഷർമെൻറ്റ്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.